മോർണിംഗ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ഗോബി റെസിപ്പിയാണ്. ചില്ലി ഗോബി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറച്ച് സമയം എടുക്കുന്നതല്ലേ, ചൈനീസ് റെസിപ്പീസ് ഒക്കെ കുറച്ച് സമയം എടുത്ത് തയ്യാറാക്കേണ്ടതല്ലേ എന്ന്. ഇതിപ്പോ നമുക്ക് വീടുകളിൽ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലില്ലെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചില്ലി ഗോബി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു കോളിഫ്ലവർ പെറ്റൽസ് ആയിട്ട് അടർത്തി എടുത്തിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, 3 കളറിലെ ക്യാപ്സിക്കം ഹാഫ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 4-5 അല്ലി എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലി വരെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം, സവോളയും വെളുത്തുള്ളി എല്ലാം ഒന്ന് മുറിച്ച് വയ്ക്കാം. കോളിഫ്ലവറിലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ കോട്ടിങ്ങിനും കൂടെ ആവശ്യമായ ഉപ്പ് ചേർക്കണം. പിന്നെ കൂടെ തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1.25 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് കോൺഫ്ലവർ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു, അതുപോലെ തന്നെ കോളിഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോസസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയ സോസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തു. വെളുത്തുള്ളി ചോപ്പ് ചെയ്തല്ല സാധാരണ ചേർക്കാറുള്ളത് ചില്ലി ഗോപിക്ക്, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യാറുള്ളത് ചില്ലി ഗോപിയിൽ ഇതുപോലെ ചോപ്പ് ചെയ്താണ് ചേർക്കാറുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തപ്പോൾ. എങ്കിലും നമ്മുടെ എരിവ് അനുസരിച്ച് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ ചില്ലി സോസ് ആഡ് ചെയ്യുക. റെഡ് ചില്ലി സോസ് തന്നെ ചേർക്കുക കേട്ടോ, 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മുടെ സോസുകൾക്കെല്ലാം ഉപ്പുള്ളതാണ്. നമ്മൾ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ചില്ലി ഗോബി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി കോളിഫ്ലവർ പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഒരു 1.5 ടീസ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്യണം. വിനീഗറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അതും കൂടെ ആഡ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ വിനീഗറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് തന്നെ മുഴുവൻ ഇടരുത്, തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 3-4 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സവോള എല്ലാം പെറ്റൽസ് ആയിട്ട് അടർത്തി വെക്കണം, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കോളിഫ്ലവറും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവറും എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. കറി റെഡിയാക്കാനായിട്ട് നമ്മളൊരു ഓക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോസുകളെല്ലാം ഒഴിച്ചൊന്ന് കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ, ഉപ്പും എരിവൊക്കെ പാകമാണോ എന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സോസ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് വെജിറ്റബിൾസും കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ ചില്ലി സോസൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോൺഫ്ലോർ ഒന്ന് കുക്കായി തുടങ്ങണം, വേഗം തന്നെ കുക്കായി വരും. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് കളർ ഉണ്ടാവില്ല, ആ ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ചില്ലി ഗോപിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്ന കളറേ ഉള്ളൂ കേട്ടോ, ഫുഡ് കളർ ഞാൻ ചേർത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയനൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്പ്രിംഗ് ഒണിയൻ ചേർത്തിട്ടില്ല. സ്പ്രിംഗ് ഒണിയൻ ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ ഓയിലിലേക്ക് സ്പ്രിംഗ് ഒണിയനും കൂടി നമ്മുടെ സോസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ടും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാരയും കുറച്ച് സോസുകളും, അതുപോലെ മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ആയിരിക്കും. ആ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ഗോപിയുടെ പരിപാടി. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഇതുപോലെ ചില്ലി ഗോപി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ചില്ലി ഗോപി ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ.